രക്തം, ദ്രവ മാട്രിക്സായ പ്ലാസ്മ, രക്തകോശങ്ങൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയ ഒരു ദ്രാവക യോജക കലയാണ് രക്തം. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹേമറ്റോളജി. ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നത് രക്തം. രക്തത്തിന്റെ pH മൂല്യം 7.4. ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിന്റെ അളവ് 5 മുതൽ 5.5 ലിറ്റർ വരെ. രക്തം കട്ടപിടിക്കാൻ എടുക്കുന്ന സമയം 3 മുതൽ 6 മിനിറ്റ് വരെ. രക്തമില്ലാത്ത ശരീരകല എപ്പിത്തീലിയൻ കല. മനുഷ്യശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ. ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. കുളയട്ടയിലെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന വസ്തു ഹിരുഡിൻ. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഹീമോസയാനിൻ. ഹീമോസയാനിൽ കാണുന്ന ലോഹം കോപ്പർ. പാറ്റയുടെ രക്തത്തിന്റെ നിറം വെള്ള. നീരാളിയുടെ രക്തത്തിന്റെ നിറം നീല. മണ്ണിരയുടെ രക്തത്തിന്റെ നിറം ചുവപ്പ്. കുളയട്ടയുടെ രക്തത്തിന്റെ നിറം പച്ച. പ്ലാസ്മ. രക്തത്തിന്റെ ദ്രാവക ഭാഗം പ്ലാസ്മ. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിൽ. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് 90 മുതൽ 92% വരെ. പ്ലാസ്മയിലെ പ്രോട്ടീനിന്റെ അളവ് 7% മുതൽ 8% വരെ. മറ്റ് ഘടകങ്ങൾ 1% മുതൽ 2% വരെ. പ്ലാസ്മയിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ധാതുക്കളായ Na+, Ca++, Mg++, HCO3-, Cl- എന്നിവ കൂടാതെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, കൊഴുപ്പുകൾ എന്നിവയും കാണപ്പെടുന്നു. ഇവയുടെ ശരീരത്തിലെ സഞ്ചാര മാർഗവും പ്ലാസ്മയാണ്. രക്തം കട്ടപിടിക്കാൻ വേണ്ട ഘടകങ്ങളും നിഷ്ക്രിയാവസ്ഥയിൽ പ്ലാസ്മയിൽ കാണപ്പെടുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്നത് സീറം എന്നാണ്. പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിൻ. ഗ്ലോബുലിൻ രോഗപ്രതിരോധ ശേഷിക്ക് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായകമായ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഫൈബ്രിനോജൻ രക്തം കട്ടപിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സംവഹനം ലിംബിലൂടെ. രക്തത്തെ കൂടാതെ മനുഷ്യനിൽ പദാർത്ഥങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന മറ്റൊരു ശരീരദ്രവമാണ് ലസികാദ്രവം അല്ലെങ്കിൽ ലിംഫ്. ലിംഫ് നിറമില്ലാത്തതും ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിക്ക് നിദാനമായ സവിശേഷ കോശങ്ങളായ ലിംഫോസൈറ്റുകളിൽ അടങ്ങിയിട്ടുള്ളതുമാണ്. കൂടാതെ ഇവ പോഷകങ്ങളും ഹോർമോണുകളും വഹിച്ചു കൊണ്ടുപോകുന്നു. കോശാന്തര സ്ഥലത്ത് രക്തലോമികകളെ കൂടാതെ കാണപ്പെടുന്ന ഒരു അഗ്രം അടഞ്ഞ ചെറുകുഴലുകളാണ് ലിംഫ് ലോമികകൾ. ലിംഫ് ലോമികകളിൽ എത്തുന്ന ടിഷ്യൂ ദ്രവം ലിംഫ്. ലിംഫോസൈറ്റ് എന്ന ഇനം ശ്വേതരക്താണുക്കളുടെ ഒരു ഉൽപാദന കേന്ദ്രം
ലിംഫ് നോഡുകൾ. രക്തത്തിനും കലകൾക്കുമിടയിലെ ഇടനിലക്കാർ അറിയപ്പെടുന്നത് ലിംഫ്. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം മന്ത്. ലിംഫ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം പ്ലീഹ. ചെറുകുടലിന്റെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലസികാ നാളിയായി ലാക്റ്റിയലുകളുടെ ലസികാ ദ്രവത്തിലൂടെയുള്ള കൊഴുപ്പ് ആഗിരണം ചെയ്യപ്പെടുന്നത്. രക്തകോശങ്ങൾ. 3 തരം രക്തകോശങ്ങളുണ്ട്. ചുവന്ന രക്താണുക്കൾ RBC, വെളുത്ത രക്താണുക്കൾ WBC, പ്ലേറ്റ്ലെറ്റുകൾ. 3 തരം രക്തകോശങ്ങളാണ് ചുവന്ന രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ. രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ. അരുണ രക്താണുക്കൾ. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ് എറിത്രോസൈറ്റ്സ്. ചുവന്ന രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്സ്. അരുണ രക്താണുക്കളുടെ ആകൃതി ഡിസ്ക് ആകൃതിയാണ്. ചുവന്ന രക്താണുക്കളുടെ ആകൃതി ഡിസ്ക് ആകൃതിയാണ്. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശങ്ങളാണ് ചുവന്ന രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ. രക്തത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ്. ചുവന്ന നിറത്തോട് കൂടിയതും ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതുമായ ഹീമോഗ്ലോബിൻ എന്ന സങ്കീർണ മാംസ്യം ഇവയിലുള്ളത് കൊണ്ടാണ് ഇവയ്ക്ക് ചുവന്ന നിറമുള്ളത് ഈ പേര് ലഭിച്ചത്. അരുണ രക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. അരുണ രക്താണുക്കളുടെ ശരാശരി ആയുസ് 120 ദിവസം. അതിനുശേഷം ഇവ പ്ലീഹയിൽ വച്ച് നശിപ്പിക്കപ്പെടുന്നു. 1 മില്ലി രക്തത്തിലെ അരുണ രക്താണുക്കളുടെ എണ്ണം 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ. ശ്വസനവാതകങ്ങളുടെ സംവഹനവുമായി ബന്ധപ്പെട്ട രക്തകോശം അരുണ രക്താണുക്കൾ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശം അരുണ രക്താണുക്കൾ. മർമ്മമില്ലാത്ത രക്തകോശം അരുണ രക്താണുക്കൾ. ഭൂരിഭാഗം സസ്തനികളിലും പൂർണ്ണ വളർച്ചയെത്തിയ അരുണ രക്താണുക്കളിൽ മർമ്മം അഥവാ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കുകയില്ല. മർമ്മത്തോടു കൂടി ചുവന്ന രക്താണുക്കൾ ഉള്ള ജീവിയാണ് ഒട്ടകം. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ. ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിന്റെ അളവ് 100 മില്ലി രക്തത്തിൽ 12 മുതൽ 16 ഗ്രാം വരെ. ഹീമോഗ്ലോബിൻ തന്മാത്രകൾ ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. രക്തത്തിൽ ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ്സ്. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം 10 മുതൽ 15 ദിവസം വരെ. 1 മില്ലി ലിറ്റർ രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ എണ്ണം 5000 മുതൽ 10000 വരെ. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ശ്വേതരക്താണുക്കൾ. പ്രധാനമായും 2 തരത്തിലുള്ള ശ്വേതരക്തകോശങ്ങൾ ഉണ്ട്. കോശദ്രവ്യത്തിന്റെ തരികൾ ഉള്ളവ. ഉദാഹരണം ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ. കോശദ്രവ്യത്തിന്റെ തരികൾ ഇല്ലാത്തവ ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ. WBCയുടെ അളവ് കുറയുന്ന അവസ്ഥ ലൂക്കോപീനിയ. ശ്വേതരക്താണുക്കളുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ശ്വേതരക്തകോശങ്ങളിൽ ഭൂരിഭാഗവും കാണപ്പെടുന്ന രക്തകോശം ന്യൂട്രോഫിൽ. ഏകദേശം 60 മുതൽ 65% വരെ.
ശ്വേതരക്തകോശങ്ങളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തകോശം ബേസോഫിൽ, ഏകദേശം 0.5 മുതൽ 1% വരെ. ഹിസ്റ്റാമിൻ, സെറട്ടോണിൻ, ഹെപ്പാരിൻ മുതലായവ സ്രവിപ്പിച്ച് പ്രാഥമിക പ്രതിരോധമായ വീങ്ങൽ പ്രക്രിയയിൽ ഏർപ്പെടുന്നത് ബേസോഫിൽ. അണുബാധ തടയുകയും അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന രക്താണു ശ്വേതരക്താണു ഈസിനോഫിൽ. ശ്വേതരക്താണുക്കൾ ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുന്നു. ബേസോഫിൽ മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഈസിനോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. നമ്മളിവിടെ നോക്കാം, ശ്വേതരക്താണുക്കൾ അവയുടെ പ്രതിരോധ പ്രവർത്തനവും. ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുന്നു. ബേസോഫിൽ മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു. രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഈസിനോഫിൽ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു. വീങ്ങൽ പ്രതികരണം. മുറിവോ രോഗാണുബാധയോ ഉണ്ടാകുമ്പോൾ കേടുപറ്റിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ കാരണം സംഭവിക്കുന്നത്. ലോമികകൾ വികസിക്കുന്നു. രക്തപ്രവാഹം കൂടുന്നു. മുറിവോ ക്ഷതമോ ഉണ്ടാകുമ്പോൾ ആ ഭാഗം വീങ്ങുന്നതിന് കാരണം രക്തത്തിലെ പ്ലാസ്മയും കൂടുതൽ ശ്വേതരക്താണുക്കളും രക്തക്കുഴലുകളിൽ നിന്ന് മുറിവേറ്റ ഭാഗത്തേക്ക് എത്തുന്നത് കൊണ്ട്. ഫാഗോസൈറ്റോസിസ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാഗോസൈറ്റോസിസ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ ഫാഗോസൈറ്റുകൾ. ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകൾ മോണോസൈറ്റും ന്യൂട്രോഫിലും. ശ്വേതരക്താണുക്കളായ ഫാഗോസൈറ്റുകൾ മോണോസൈറ്റും ന്യൂട്രോഫിലും. ലിംഫോസൈറ്റ് പ്രത്യേക പ്രതിരോധം വഴി രോഗാണുക്കളെ നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളാണ് ലിംഫോസൈറ്റുകൾ. ലിംഫോസൈറ്റുകൾ രണ്ട് പ്രധാന തരത്തിൽ കാണപ്പെടുന്നു, ബിയും ടിയും. ഇവ രണ്ടും ശരീരത്തിന്റെ പ്രതിരോധ പ്രതികരണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലെത്തുന്ന ആന്റിജനുകൾക്കെതിരെ ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിക്കുന്ന പ്രോട്ടീനുകളാണ് ആന്റിബോഡികൾ. ആന്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്ന രീതികൾ. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അസ്ഥിമജ്ജയിൽ വെച്ച് പാകപ്പെടുന്നവ ബി ലിംഫോസൈറ്റുകൾ. ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ രാസവസ്തുക്കളായ ആന്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ. തൈമസ് ഗ്രന്ഥിയിൽ വെച്ച് പാകപ്പെടുന്നവ ടി ലിംഫോസൈറ്റുകൾ. ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനങ്ങൾ മറ്റ് പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. അരുണരക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം പോളിസൈത്തീമിയ. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുന്ന അവസ്ഥ ലുക്കീമിയ.